ആനകളിടയുന്ന കാലത്ത് ആനകളെ ഒഴിവാക്കി ഒരു കുടുംബത്തിന് തണലൊരുക്കുകയാണ് ഒരു ക്ഷേത്രോത്സവ കമ്മിറ്റി എന്ന് പറയുന്നത്. കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രമാണ് ഈ വ്യത്യസ്തമായ തീരുമാനം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ സ്വന്തം മണ്ഡലത്തിലാണ് ആനയ്ക്കുള്ള പണം കൊണ്ട് ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം. ആ മനോഹരമായ കാഴ്ച നിങ്ങളിലേക്ക് സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം അല്ലേ? യെസ്, അല്പസമയത്തിനകം തന്നെ മോർണിംഗ് റൗണ്ടപ്പിൽ നന്ദു വിനോഭനെത്തും. നമസ്കാരം. കരിയും കരിമരുന്നും ഒഴിവാക്കിയായിരുന്നു ഇക്കുറി കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിൽ കൊടിയേറിയത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിലാണ് വൈകിയാണെങ്കിലും ഗുരുദർശനം ഉൾക്കൊണ്ട് ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. ആനയിടഞ്ഞുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ തീരുമാനം. ആനയ്ക്കായി നീക്കിവച്ച തുക ഉപയോഗിച്ച് ഒരു നിർധന കുടുംബത്തിന് വീടൊരുക്കാനാണ് ക്ഷേത്ര കമ്മിറ്റി ഒരുങ്ങുന്നത്. ഈ വർഷം മുതൽ ആനയെ വേണ്ട, നമുക്കത് ഉപേക്ഷിക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയും ഞങ്ങളത് ഏകകണ്ഠമായി പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ ആനയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ കിട്ടുന്ന പണം കൊണ്ട് കുമരകത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകാനുള്ളൊരു തീരുമാനവും കൂടെ ആ കമ്മിറ്റി കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും സവിശേഷതമായിട്ടുള്ള കാര്യം. മുൻപ് ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറുവാനുള്ള തീരുമാനവും നടപ്പാക്കിയത് ഇതേ കമ്മിറ്റി തന്നെ. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് ആളുകൾക്ക് പ്രവേശിക്കാമെന്നുള്ളത് ആ തീരുമാനവും എല്ലാ ഭാഗത്തു നിന്നും നല്ല ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പെട്ടെന്ന് ആനയും വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇനി കരിമരുന്നും കൂടെ ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എങ്കിലും ഒരു ലഘുവായ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചൈനീസ് രീതിയിലുള്ള വെടിക്കെട്ടാണ് ഇത്തവണ നടത്തുന്നുള്ളത്. മന്ത്രി വി എൻ വാസവൻ്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് ശ്രീ കുമാരമംഗലം ക്ഷേത്രം. ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി മന്ത്രിയെ പങ്കെടുപ്പിച്ചുള്ള ആലോചനാ യോഗവും ചേർന്നിരുന്നു. കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് മന്ത്രിയുടെ പരിപൂർണ പിന്തുണയുമുണ്ട്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.